മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ റിവിഷനാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് ഷെയർസ്. എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ് ആസ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടാവും. അതായത് അവർക്ക് ഡിവിഡൻഡ് ആദ്യം കിട്ടും, അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ ഇവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ഇവർക്ക് കൊടുത്തിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. അതാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് വിച്ച് ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ് ആസ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദി ഈവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ അവർക്ക് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ചെയ്യാനും പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ആദ്യം ഇവർക്ക് കൊടുത്തിട്ടേ ആർക്ക് കൊടുക്കുള്ളൂ? ബാക്കിയുള്ളവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുക്കുള്ളൂ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആഡ് ചെയ്ത് പോവാം, ക്യുമുലേറ്റ് ചെയ്യാം. ഇൻ കേസ് ഓഫ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ദ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഇഫ് ഇനി ക്യാരി ഫോർവേഡ്. ഇപ്പോൾ ഒരു വർഷത്തെ എന്തെങ്കിലും അരിയർ ഉണ്ട്, കൊടുക്കാത്തതുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സബ്സിക്വൻറ്റ് ഇയേഴ്സായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കും? ഒരു വർഷത്തെ ഏതെങ്കിലും അരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാതെ അത് കൊടുക്കില്ല. ഇപ്പോൾ ഈ വർഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. എന്താണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പം സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട്, അതിൻ്റെ ഒരു പാർട്ട് അവർക്കും കൂടിയും അവകാശപ്പെട്ടതാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഭാഗം കൂടിയും, അതായത് പറയുകയാണെങ്കിൽ ഇൻ അഡീഷൻ ടു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് എന്തായാലും കിട്ടും. ദീസ് ഹാവ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ പേയിങ് എ റീസണബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കൂടി കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന്. അപ്പം നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കും? അതായത് ഇപ്പോൾ സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഈ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന്, ഷെയർ ഹോൾഡേഴ്സിന് ആ റൈറ്റ്, ആ സർപ്ലസ് പ്രോഫിറ്റ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഡിവിഡൻഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിൽ ഉള്ള സർപ്ലസ് പ്രോഫിറ്റുമേ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് യാതൊരുവിധ റൈറ്റും ഇല്ല. നെക്സ്റ്റ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ redeemable preference shares are those preference shares which can be redeemed subject to fulfillment of certain conditions laid down in section 55 of the Companies Act 2013. അതായത് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും. ആ കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോൾ റെഡീം ചെയ്യണം, പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യണം. അതിനെയാണ് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. സർട്ടൻ കണ്ടീഷൻസ് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ആ കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യണം? റെഡീം ചെയ്യണം. അതിനാണ് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. എന്താണ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? അതായത് കൺവെർട്ട് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഷെയർസിനെയാണ് നമ്മൾ, ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നു, ആ പ്രിഫറൻസ് ഷെയർസിനെ എന്തായിട്ട് കൺവെർട്ട് ചെയ്യാം? ഇക്വിറ്റി ഷെയർ. അങ്ങനെ പറ്റുന്ന ഷെയർസിനെയാണ് നമ്മൾ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ദീസ് ഷെയർസ് ആർ ഗിവൻ ദ റൈറ്റ് ഓഫ് കൺവെർഷൻ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഫറൻസ് ഷെയർസിനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും എന്തായിട്ട്? ഇക്വിറ്റി ഷെയർസ് ആയിട്ട്. അതിനെയാണ് നമ്മൾ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യുമുലേറ്റീവ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. എന്താണ് ക്യുമുലേറ്റീവ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? ദീസ് ഷെയർസ് ആർ കൺവെർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ബിറ്റ്വീൻ
3 to 5 years. The shareholders are entitled to receive arrears of dividend if any even after conversion. അതായത് ഈ ക്യുമുലേറ്റീവ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് 3 to 5 yearsനുള്ളിൽ ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? പ്രിഫറൻസ് ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാം. These shareholders are entitled to receive arrears of dividend if any even after conversion. ഇപ്പോൾ കൺവെർഷന് ശേഷം ഏതെങ്കിലും അരിയേഴ്സ് പേയ്മെൻറ്റ് കിട്ടാനുണ്ടെങ്കിൽ ആ എമൗണ്ടിലുള്ള റൈറ്റും ക്യുമുലേറ്റീവ് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളത് പഠിക്കണം. നെക്സ്റ്റ്, എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റിൻ്റെ എന്തിനൊക്കെ? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിന്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്താ? ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻഷ്യൽ ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. എന്തിനൊക്കെ? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിനുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. ഈ ഇക്വിറ്റി ഷെയർസിന് പറയുന്ന വേറൊരു പേരാണ് ഓർഡിനറി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന് പറയുന്ന വേറൊരു പേരാണ് ഓർഡിനറി ഷെയർസ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. അത് ഓണേഴ്സിൻ്റെ സെക്യൂരിറ്റിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്നാണ് പറയുക. നെക്സ്റ്റ്, ഇക്വിറ്റി ഷെയർസിന് നമ്മൾ പറഞ്ഞു ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് അല്ല. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് ബാക്കിയുള്ള ഡിവിഡൻഡാണ് ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ അവർക്ക് ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ആർക്കാണ് ഫസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുക? ഫസ്റ്റ് കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബിഫോർ പേയിങ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നേക്കാളും മുമ്പ് ഡിവിഡൻഡ് കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുപോലെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ക്യാപിറ്റൽ ആർക്ക് ആദ്യം കൊടുക്കുക? ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അത് കഴിഞ്ഞിട്ടാണ് ആർക്ക് കൊടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ദീസ് ഷെയർസ് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാനുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നെക്സ്റ്റ്, എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ആർ ലോവർ. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വരുന്ന എക്സ്പെൻസസ് കുറവാണ്. പ്രിഫറൻസ് ഷെയർസിനോ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ആർ ഹയർ, കൂടുതലാണ്. ഇക്വിറ്റി ഷെയർസിനെ വെച്ച് നോക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ എക്സ്പെൻസസ് ഇഷ്യൂ ചെയ്യാനുള്ള എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ ഡിഫറൻസ് നോക്കണം, വരാറുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് പോർഷൻ, ഡിഫൈൻ കമ്പനി. കമ്പനി ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിൻ ഹെനി, എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമപരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ഇപ്പോൾ കമ്പനി എന്ന് പറയുമ്പോൾ അതിനൊരു പേഴ്സൺ അല്ലല്ലോ, അത് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പേഴ്സണാണ്. വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ അത് കുറേ നാൾ ലോങ് പീരീഡിലേക്ക് വേണ്ടിയാണ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ആൻഡ് കോമൺ സീൽ. നമുക്കറിയാമല്ലോ ഒരു കമ്പനിക്കൊക്കെ എന്തുണ്ടാവും? ഒരു സീൽ ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ഹെനി, എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അവർക്ക് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ റിസർവ്. എന്തിനാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും ഈ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാം. ഇത് ക്യാപിറ്റൽ ലോസസ് റിട്ടേൺ ഓഫ് ചെയ്യാനും ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. Capital reserve are created out of capital profit. It can be used at any time during the life of the company. It is used to write off capital losses. Capital losses write off ചെയ്യാനാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ മിനിമം സബ്സ്ക്രിപ്ഷൻ. എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ?
മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫിക്സഡ് ബൈ ദ ഡയറക്ടേഴ്സ് ടു ബി റൈസ്ഡ് ഫ്രം ദി മെമ്പേഴ്സ് ബൈ വേ ഓഫ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ വഴി എത്ര എമൗണ്ട് മെമ്പേഴ്സിൽ നിന്ന് റൈസ് ചെയ്യാൻ പറ്റും, ആ എമൗണ്ടിനാണ് നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് ദ മിനിമം എമൗണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ മിനിമം എമൗണ്ടിനാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫിക്സഡ് ബൈ ദ ഡയറക്ടേഴ്സ്. ഈ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് ആയിരിക്കും? ഡയറക്ടേഴ്സ്. ടു ബി റൈസ്ഡ് ഫ്രം ദി മെമ്പേഴ്സിൽ നിന്ന് റൈസ് ചെയ്യുന്നത് ബൈ വേ ഓഫ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ വഴി മെമ്പേഴ്സിൽ നിന്ന് റൈസ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ? അണ്ടർ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഓവർ സബ്സ്ക്രിപ്ഷനും പഠിച്ചു വയ്ക്കണം. എന്താണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെൻ ദ അപ്ലിക്കേഷൻ ഫോർ ഷെയർസ് റിസീവ്ഡ് വിൽ ബി ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. ഒരു കമ്പനി 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. കമ്പനിയിലേക്ക് പബ്ലിക് ഇൻവൈറ്റ് ചെയ്തത് 8,000 രൂപയ്ക്കുള്ളൂ. അപ്പോൾ ഒരു 20,000 രൂപയുടെ ഒരു കുറവുണ്ട്. 2,000 രൂപയുടെ ഒരു ഷോർട്ടേജ് അവിടെ വന്നിട്ട് ഈ 2,000-നെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് 10,000 രൂപയുടെ അപ്ലിക്കേഷൻ കൊടുത്തു. നമുക്ക് കമ്പനിക്ക് കിട്ടിയത്, കമ്പനി 10,000 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, കമ്പനിക്ക് കിട്ടിയത് 8,000ആണ്. അപ്പോൾ ഈ 2,000-ൻ്റെ കുറവുണ്ട്. ഇഷ്യൂ ചെയ്തതിനനുസരിച്ച് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗുഡ്വില്ല്, അതുപോലെ തന്നെ ഗുഡ്വില്ലുള്ള കമ്പനി, റെപ്യൂട്ടഡ് കമ്പനിക്ക് ഈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ വരില്ല. ഇപ്പോൾ അങ്ങനത്തെ അല്ലാത്ത കമ്പനികൾക്കാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അതായത് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യും, പക്ഷേ ആ ഷെയർസിന് ഫുൾ പബ്ലിക് അത് വാങ്ങില്ല. അതിൻ്റെ കുറച്ച് എമൗണ്ടാണ്. ഇപ്പോൾ 10,000 ഇഷ്യൂ ചെയ്യും ഷെയർസ്, പക്ഷേ 8,000-നാണ് പബ്ലിക് വാങ്ങുള്ളൂ. ബാക്കി 2,000 അണ്ടർ സബ്സ്ക്രിപ്ഷനാണ്. വെൻ ദ അപ്ലിക്കേഷൻ ഫോർ ഷെയർസ് റിസീവ്ഡ് വിൽ ബി ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. 10,000-നാണ് ഇഷ്യൂ ചെയ്തത്, പക്ഷേ നമുക്ക് 8,000-നാണ് പബ്ലിക്കിൻ്റെ നിന്ന് അപ്ലിക്കേഷൻ വന്നുള്ളൂ. അതിനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. ഇതിനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പബ്ലിക് അപ്ലിക്കേഷൻ തരാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ 10,000 രൂപയ്ക്കാണ് പബ്ലിക്കിന് കൊടുത്തത്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷൻ വന്നത് 15,000-ന്. അപ്പോൾ ഒരു 5,000 കൂടുതലാണ് നമുക്ക് കൂടുതലാണ് വന്നേക്കുന്നത് അപ്ലിക്കേഷൻ. അതിനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. വെൻ ദ അപ്ലിക്കേഷൻ ഫോർ ഷെയർസ് റിസീവ്ഡ് വിൽ ബി മോർ ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ്. ഈ നമ്മൾ ഇഷ്യൂ ചെയ്തത് 10,000-ആണ്, പക്ഷേ അപ്ലിക്കേഷൻ വന്നത് എത്രയാണ്? 15,000-ന്. ഇതിനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് കോൾസ് ഇൻ അരിയേഴ്സ്? എന്താണ് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കോൾസ് ഇൻ അരിയർ, സംടൈംസ് ദ ഷെയർ ഹോൾഡേഴ്സ് മേ ഫെയിൽ ടു പേ ദ അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. ചില കേസിൽ അവർ അലോട്ട്മെൻറ്റ് മണിയും അതുപോലെ കോൾ മണിയും അടയ്ക്കാൻ ഫെയിലാവും. ദ എമൗണ്ട് റിമെയിൻ അൺപെയ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾ. അങ്ങനെ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട്, ഇപ്പോൾ പബ്ലിക്കിൻ്റെ നിന്ന് ഫസ്റ്റ് കോളിന് അല്ലെങ്കിൽ സെക്കൻഡ് കോള് തേർഡ് കോൾ ഇതിനൊക്കെ വിളിച്ചിട്ടും അവർ ആ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ കോൾസ് ഇൻ അരിയർ? Sometimes the shareholders may fail to pay the allotment money or call money. The amount remain unpaid is called calls in arrears. അപ്പോൾ എന്തായിരിക്കും കോൾസ് ഇൻ അഡ്വാൻസ്? അതായത് കമ്പനി വിളിക്കുന്നതിനേക്കാളും മുമ്പ് അതിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട്, ഇപ്പോൾ 5 രൂപയാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ 10 രൂപ അടച്ചാൽ, കൂടുതൽ എമൗണ്ട് അടച്ചാൽ അതിന് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് കോൾസ് ഇൻ അഡ്വാൻസ്? വെൻ എ ഷെയർ ഹോൾഡേഴ്സ് പേസ് മോർ മണി ദാൻ കോൾഡ് അപ്പ്. വിളിച്ചേക്കാളും കൂടുതൽ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ എക്സസ് മണീനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ആ എക്സസ് ആയിട്ടുള്ള എമൗണ്ടിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ തിയറി എക്സാമിന് വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർ. ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലോർജിക്കുന്ന ക്യാൻസലേഷൻ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ആ പേയ്മെൻറ്റ് നടത്താത്തതിൻ്റെ പണിഷ്മെൻറ്റ്, പെനാലിറ്റി എന്ന രീതിയിൽ കമ്പനി എന്ത് ചെയ്യും? അവരുടെ ഷെയർസ് കണ്ടുകിട്ടും, അത് ക്യാൻസൽ ചെയ്യും.
അതിനെയാണ് നമ്മൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അത് വരുന്നത് ഫെയിൽ ടു പേ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാനായിട്ട് അവർ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്കൻഡ് കോളോ ഫസ്റ്റ് കോളോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയോ ഏതെങ്കിലും ഒന്ന് പേയ്മെൻറ്റ് നടത്താൻ അവർ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഷെയർസ് എന്ത് ചെയ്യും, കണ്ടുകിട്ടുക. അതാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ക്യാൻസൽ ചെയ്ത് കണ്ടുകിട്ട് ക്യാൻസൽ ചെയ്ത് കളയും. ഇഫ് എ ഷെയർ ഹോൾഡർ ഫെയിൽ ടു പേ ഇൻസ്റ്റാൾമെൻറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം ഹിസ് ഷെയർസ് ആർ കമ്പൽസറി ഫോർഫീറ്റഡ്. അങ്ങനത്തെ ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്ത കേസിൽ എന്ത് ചെയ്യും, അത് ഫോർഫീറ്റ് ചെയ്യും. ആസ് പെനാൽറ്റി ആയിട്ട്, അതായത് അവരടയ്ക്കാത്തതിനുള്ള പെനാൽറ്റി ആയിട്ട് കമ്പനിക്കാർ അവരുടെ ഷെയർസ് ക്യാൻസൽ ചെയ്ത് കളയുക. അതിനെയാണ് നമ്മൾ ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് മെമ്പർഷിപ്പ് ഫ്രം ദി കമ്പനി ഈസ് ക്യാൻസൽ. ഷെയർസ് ക്യാൻസൽ ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അവരുടെ മെമ്പർഷിപ്പും ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാൻസലായി പോവാണ്. ആഫ്റ്റർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എനി റൈറ്റ് ഓൺ ദി കമ്പനി. കമ്പനിയുടെ മേലിൽ ഒരു റൈറ്റും ഉണ്ടാവില്ല. മണി ഓൾറെഡി പെയ്ഡ് ബൈ ഹിം ഓൺ അതുപോലെ തന്നെ അവർ മുമ്പ് അടച്ചിട്ടുള്ള, ഇപ്പോൾ 8 രൂപ ഓൾറെഡി അടച്ചു അല്ലെങ്കിൽ 7 രൂപ അടച്ചു, അതിലൊന്നും ഇവർക്ക് റൈറ്റ് ഉണ്ടാവില്ല. അവരുടെ ഷെയർസ് ക്യാൻസൽ ചെയ്ത് കളയും. അതുപോലെ തന്നെ അവർക്ക് കമ്പനിയിലുള്ള മെമ്പർഷിപ്പും ക്യാൻസൽ ചെയ്ത് കളയും. ഇതിനെയാണ് ഫോർഫീച്ചർ. ക്യാൻസൽ ചെയ്ത് കളയുക, ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത് കളയുക, ക്യാൻസൽ ചെയ്ത് കളയുക. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഷെയർ? ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു യൂണിറ്റ് ഓർ പാർട്സ് ഓഫ് ഈക്വൽ എമൗണ്ട്. അതായത് ഇപ്പം നമ്മൾ പഠിച്ചില്ലേ 1 lakh ഷെയർസ് ഓഫ് അറ്റ് ദ റേറ്റ് ഓഫ് 10 ഈച്ച്. ഇപ്പം 10 lakh മൊത്തം ഷെയർ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 1 lakh ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 ഈച്ച് എന്ന് പറഞ്ഞ് എഴുതും ഇല്ലേ? ഇപ്പം നമ്മൾ 10 lakhൻ്റെ ഷെയർസ് ആണെങ്കിൽ നമ്മളെങ്ങനെ എഴുതാം? 1 lakh ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 ഈച്ച് അല്ലേ? അതായത് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakh. ഈ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണു? ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു യൂണിറ്റ്സ് ഓർ പാർട്സ് ഓഫ് ഈക്വൽ എമൗണ്ട്. എവറി യൂണിറ്റ് ഓർ പാർട്ട് ഈസ് കോൾഡ് ഷെയർ. മൊത്തത്തിലുള്ള ക്യാപിറ്റലിനെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതിൻ്റെ ഓരോ പാർട്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് ഷെയർ. Capital of a company is divided into unit or part of equal amount. Every unit or part is called a share. Next one is what is annulment of forfeiture. Annulment of forfeiture. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസലേഷൻ ഓഫ് ഷെയർസിനെ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അന്യൂൾമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വൺസ് ഷെയർസ് ആർ ഫോർഫീച്ചഡ് ഇറ്റ് മേ ബി ഐദർ ക്യാൻസൽഡ്. ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? റീഇഷ്യൂ ചെയ്യും ടു സം അതർ പേഴ്സൺ. വേറെ ആർക്കെങ്കിലും അത് റീഇഷ്യൂ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്തതിനെയാണ് നമ്മൾ, അങ്ങനെ ക്യാൻസൽ ചെയ്ത ഷെയർസിനെ എന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യുക. അതിനെയാണ് നമ്മൾ അന്യൂൾമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഷെയർസ് ക്യാൻസൽ ചെയ്ത് കളയുക. ക്യാൻസൽ ചെയ്ത് ഷെയർസ് എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അത് റീഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയും. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ അന്യൂൾമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ issued by the company to the employees or directors at a discount or for consideration other than cash. അതായത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഷെയർസ് എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഡിസ്കൗണ്ട് റേറ്റിൽ, അതായത് ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 10% ഡിസ്കൗണ്ട്, അങ്ങനെ ഡിസ്കൗണ്ട് റേറ്റിനോ അല്ലെങ്കിൽ ക്യാഷിനല്ലാണ്ട് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിനല്ലാണ്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഫോർ പ്രൊവൈഡിങ് നോ ഹൗ ഓർ മേക്കിംഗ് അവൈലബിൾ റൈറ്റ് ഇൻ ദ നേച്ചർ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഓർ വാല്യൂ അഡീഷൻസ്. അതിനെയാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഷെയർ ക്യാപിറ്റൽ. എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെയാണ്. ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്, എന്താണ് ഷെയർ ക്യാപിറ്റൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇത് ഒരു എസ്സെക്ക് പഠിച്ചു വെച്ചാൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്.
അപ്പോൾ എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ടുവേഴ്സ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റൈസ്ഡ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഈ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് എന്ത് റൈസ് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത് ത്രൂ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് എന്ത് റൈസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ: ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ. ഇതാണ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ? ഫസ്റ്റ് വേണ്ടത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് എത്ര എമൗണ്ട് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഷെയർസ്, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ കൂടുതൽ എമൗണ്ടിന് ഷെയർസ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. മാക്സിമം എമൗണ്ടിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ മെമ്മോറാണ്ടം. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ ഇഷ്യൂ. ഇപ്പോൾ 10,000 രൂപയ്ക്കാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ 10,000 രൂപേനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ട് ബാക്കി ഇഷ്യൂ ചെയ്യാത്ത പോർഷനെയാണ് നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷന് വേണ്ടി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റലിൽ നിന്നും ഇഷ്യൂ ചെയ്യാണ്ട് എടുത്തു വെച്ചേക്കുന്നതാണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. എത്ര ഷെയർസ് ആണോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്ത് കമ്പനി 10,000ഉം അവർ പബ്ലിക്ക് അതിന് 10,000 അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. If all shares are fully subscribed by the company, subscribed capital will be same as issued capital. ഇപ്പോൾ 10,000 രൂപയാണ് സബ്സ്ക്രൈബ് ചെയ്തത്, 10,000 അവർ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. ദ ബാലൻസ് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് കോൾഡ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇഷ്യൂ ചെയ്തതിൽ പബ്ലിക് ഇൻവൈറ്റ് ചെയ്യാത്ത ബാക്കിയുള്ള എമൗണ്ടിനെ നമ്മൾ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് കോൾഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് വിച്ച് ദ കമ്പനി ഹാസ് ആസ്ക്ഡ് ഷെയർ ഹോൾഡേഴ്സ് ടു പേ. നമ്മളിപ്പോൾ പറയില്ലേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ മണി ഇത്ര അടയ്ക്കണം, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണി ഇത്ര അടയ്ക്കണം, കോൾസ് ഇത്ര അടയ്ക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കില്ലേ, അതിനെയാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് ഹാവ് കോൾഡ് അപ്പ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് കോൾ ചെയ്യാണ്, അത് അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കോളിന് വേണ്ട എമൗണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് കോളിന് അടയ്ക്കേണ്ട സമയം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യും. അതിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് എത്ര എമൗണ്ട് ആണോ പേയ്മെൻറ്റ് നടത്തിയത് അതിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 6th പോയിന്റ്, റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ 2 മാർക്കിന് വരാറുള്ളതാണ്. എന്താണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? റിസർവ് ആയിട്ട് വയ്ക്കുക. അതായത് റിസർവ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ അവരെന്ത് ചെയ്യും? കെപ്റ്റ് ഇൻ റിസർവ് ആൻഡ് വിച്ച് ക്യാൻ ബി കോൾഡ് അപ്പ് ഓൺലി ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണ് പിന്നീട് ഇത് എന്ത് ചെയ്യുള്ളൂ? ഈ എമൗണ്ട് ഇഷ്യൂ ചെയ്യുള്ളൂ.
നമുക്കൊന്നുകൂടി നോക്കാം. റിസർവ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കെപ്റ്റ് ഇൻ റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് വിച്ച് ഈസ് കോൾഡ് അപ്പ്, അത് വിളിക്കുന്നത് എപ്പോൾ മാത്രമാണ്? ഓൺ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഇൻ ഷോർട്ട്, റിസർവ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ക്യാപിറ്റൽ റിസർവ്ഡ് ഫോർ വൈൻഡിങ് അപ്പ് ഓൺലി. വൈൻഡിങ് അപ്പിന് വേണ്ടി, വൈൻഡിങ് അപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അൺകോൾഡ് ക്യാപിറ്റലിനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ, അതായത് നമ്മൾ റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ വരുമ്പോൾ ആ സമയത്ത് മാത്രമേ അത് കോൾഡ് അപ്പ് ചെയ്യുള്ളൂ. ഇതിനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ ക്യാപിറ്റലും കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റലും ഒരു എസ്സേ പോലെ കരുതി പഠിച്ചോളൂ. ഓക്കെ, താങ്ക് യു.